guys, welcome to our YouTube channel. ഇന്ന് നമ്മൾ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഫ്രോസൺ പോർക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് രാഹുൽ ചേട്ടനാണ് നമ്മുടെ മെയിൻ ഷെഫ്. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പറ. അത് കെട്ടണേ അതിൻ്റെ ഒരു സ്റ്റൈൽ. ഇൻഗ്രീഡിയൻസ്. സോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് സബോള, 2 സബോള, വലിയ സബോള എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മല്ലിച്ചെപ്പുണ്ട്, മല്ലിയില, പിന്നെ കറി ലീവ്സ് ഉണ്ട്, മിളകുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ മസാല പൗഡർ എടുത്തിരിക്കുന്നത് ഗരം മസാല, മല്ലിപ്പൊടി, പെരുംജീരകം, മിളക്, മഞ്ഞൾ. ഇതൊക്കെ എൻ്റെ ഒരു കണക്കിലെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. കാരണം ഞാനിപ്പോൾ ഒരു 1/2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് മേക്ക് ചെയ്യാൻ. വളരെ കുറച്ചുള്ളൂ, 2 പേരുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മസാലാസാണ് തുടങ്ങാൻ. ആൾക്കാർ കൂടുതൽ എരിവ് താല്പര്യമുള്ളവർക്ക് കൂടുതലാക്കാം. ഇതിൽ നമ്മളിപ്പോൾ വേവിക്കാൻ പോവാണ് ഫസ്റ്റ്. സോ നമുക്ക് വേവിച്ചിട്ട് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സബോള, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, ഇച്ചിരി വെളുത്തുള്ളി ഇട്ടില്ല ആൾക്കാർ, എന്നാലും ഞാനിടുന്നത് മിളക്, ഇച്ചിരി മല്ലിച്ചപ്പ്. ഈ മസാലയ്ക്ക് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഉള്ളത് നല്ലതാണ്. കുറച്ച് എന്തെങ്കിലും പോയിസൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ. ഇത് കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അത് എരിവ് ഉണ്ടാവില്ല, കുറച്ച് കളർഫുൾ ആയിരിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കൂടിയിട്ട് കഴിഞ്ഞായിരുന്നു. ഇനി ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇടുക, ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലയും പോർക്കിലിങ്ങനെ സെറ്റ് ആവും. അതിനുശേഷം നല്ല പച്ചവെളി കോക്കനട്ട് ഓയിൽ, നമ്മുടെ നാട്ടിലത്തെ ഐറ്റമാണ്. ഞാൻ അത് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടണം. ഓക്കെ, ഇതിനൊപ്പം തന്നെ നമ്മൾ വിനേഗർ, കുറച്ച് പോർക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ കുറച്ച് വെച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. അപ്പം തന്നെ നല്ല ചൂട് കിച്ചണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം വേണ്ട, കുറച്ച് മതി. കുറേ വെള്ളമായി കഴിഞ്ഞാൽ നെയ്യൊന്നും ഉരുകി കറക്റ്റായിട്ട് ഇതാവില്ല. നമ്മൾ നെയ്യൊക്കെ ഒന്ന് ഉരുക്കി പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ സ്റ്റൗവിൽ വെക്കാം. ഇനി 5 മിനിറ്റ് ഉണ്ട്. എണ്ണ കുറച്ച് കിടക്കണം, അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിരിക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ച് 2 വലിയ സൈസ് സബോള ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നോർമലി നമ്മൾ ഉപ്പിടും പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ. പക്ഷേ നമ്മൾ പോർക്കിൽ കുറച്ച് ഉപ്പ് കൂടി കൊണ്ട് ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുന്നില്ല. അവസാനം ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് നന്നായിട്ട് വഴറ്റി. മസാല ഇടാൻ പോകണം. അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ. മുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. ഗരം മസാല, നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ചക്കുത്ത് ഒരു മാറും. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഗ്രേവിയും തന്നെ വേവിച്ച പോർക്കും ആ ഗ്രേവി കൂടി നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. കണ്ട നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. ചോറിൻ്റെ ഒക്കെ ഒപ്പം കപ്പയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റും. ശരി സാർ. വിനാഗിരി ഒഴിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി ടേസ്റ്റ് നോക്കി നോക്കാം. എന്തൊരു ടേസ്റ്റ്.
ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിച്ചപ്പ്. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ച് ഫിനിഷ്. സംഭവം എന്തായാലും അടിപൊളിയുണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ്, സൂപ്പർ. നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. So thank you for watching our video. Like, subscribe, പിന്നെ ബെൽ ഐക്കൺ അടിച്ചമർത്തുക.